ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് 19 മുതൽ 22 വരെയുള്ള തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. സമ്മേളനം വിജയിപ്പിക്കാൻ കെ.വി. അബ്ദുൽ ഖാദർ ചെയർമാനും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി റോസൽ രാജ് കൺവീനറുമായിട്ടുള്ള ഒരു കമ്മിറ്റി കുറച്ച് മാസങ്ങളായി തൃശ്ശൂരിൽ പ്രവർത്തിക്കുകയാണ്. വിവിധ അനുബന്ധ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നല്ല നിലയിലുള്ള പ്രചരണം, നല്ല യുവജന ബഹുജന പങ്കാളിത്തത്തോടുകൂടി വിവിധ പരിപാടികളും അവിടെ നടന്നു വരികയാണ്. സെമിനാറുകളും പാനൽ ചർച്ചകളും കലാസാഹിത്യ കായിക മത്സരങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് യുവതി യുവാക്കൾ പങ്കെടുത്ത വിവിധ പരിപാടികളാണ് അവിടെ നടന്നത്. സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം 20-ാം തീയതി രാവിലെ 10 മണിക്ക് തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സമ്മേളന വേദി കൂത്തുപറമ്പ് രക്തസാക്ഷി അനശ്വരനായ സഖാവ് പുഷ്പൻ്റെ പേരിലാണ് ആ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. ആ പുഷ്പൻ നഗറിൽ നടക്കുന്ന സമ്മേളനം പ്രമുഖ ചലച്ചിത്രകാരനും ആക്ടിവിസ്റ്റുമായിട്ടുള്ള പ്രകാശ് രാജാണ് നിർവഹിക്കുന്നത്. 22-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 1 ലക്ഷം യുവജനങ്ങൾ പങ്കെടുക്കുന്ന റാലിയാണ് 22-ാം തീയതി വൈകുന്നേരം തൃശ്ശൂരിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ റാലിയിൽ ഡൽഹി വിദ്യാർത്ഥി സമര നായിക ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള യുവജന വിദ്യാർത്ഥി മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹിമഗ്രാജ് ഭട്ടാചാര്യ, അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം, അഖിലേന്ത്യാ സെൻട്രൽ പ്രവർത്തിക്കുന്ന ജെയ്സി തോമസ് ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ നേതാക്കളും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനം വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കുകയുണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സമ്മേളന വേദിയിൽ അടുത്ത് തയ്യാറാക്കിയിട്ടുള്ള സെമിനാർ നഗരിക്ക് സഖാവ് സീതാറാം യെച്ചൂരിയുടെ പേരാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ചിത്ര പ്രദർശനം നടക്കുന്നുണ്ട്. അനുഷ്ഠനായ പോരാളി സഖാവ് കോടിയേരിയുടെ നാമധേയത്തിലുള്ള നഗറിലാണ് ചിത്ര പ്രദർശനം നടക്കുന്നത്. ചിത്ര പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 15-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ CN മോഹനാണ് നിർവഹിക്കുന്നത്. കൂടാതെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. പതാക ജാഥ കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരകത്തിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റ് സഖാവ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. പതാക ജാഥയുടെ ലീഡറായി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ സഖാവ് SR അരുൺ ബാബുവാണ് തീരുമാനിച്ചിട്ടുള്ളത്. പതാക ജാഥയുടെ മാനേജറായി M ഷാജറും പതാക ജാഥയിൽ അംഗങ്ങളായി R ശ്യാമയും അഡ്വക്കേറ്റ് LG ലിജീഷും ഉണ്ടാവും. കൊടിമര ജാഥ ആഗസ്റ്റ് 17-ന് രാവിലെ 9 മണിക്ക് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോം നേതൃത്വം കൊടുത്തുകൊണ്ട് തിരുവനന്തപുരം തേമ്പാമൂട് നിന്നും ആരംഭിക്കും. രക്തസാക്ഷികൾ ഹക്ക് മുഹമ്മദിൻ്റെയും മിഥിലാജിൻ്റെയും സ്മാരകത്തിൽ നിന്നാണ് ജാഥ ആരംഭിക്കുന്നത്. ജാഥയുടെ മാനേജറായി M ഷാജറും അംഗങ്ങളായി ഡോക്ടർ ഷിജു ഖാൻ, രജീഷ് വെള്ളാട്ട് എന്നിവരും ജാഥയിലുണ്ടാവും. അതുപോലെ സമ്മേളന നഗരി ഉയർത്താനുള്ള ദീപശിഖ കൊടുങ്ങല്ലൂരിൽ KU ബിജു രക്തസാക്ഷി സ്മാരകത്തിൽ നിന്നും ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ഗ്രീഷ്മ അജയ് ഘോഷ് നേതൃത്വത്തിൽ പുറപ്പെടും. ജാഥയുടെ മാനേജറായി അഡ്വക്കേറ്റ് രാഹുൽ, അംഗങ്ങളായി രമേഷ് കൃഷ്ണനും ശ്യാം പ്രസാദും ഉണ്ടാവും. പതാക ജാഥ സഖാവ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞു. കൊടിമര ജാഥ ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ PA മുഹമ്മദ് റിയാസും
ദീപശിഖ ജാഥ ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ സഖാവ് KN ബാലഗോപാലുമാണ് ഉദ്ഘാടനം ചെയ്തത്. 52 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 590 പ്രതിനിധികളാണ് ഈ തൃശ്ശൂരിൽ ഒത്തുചേരുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളന കാലയളവ് വരെയുള്ള ഡിവൈഎഫ്ഐയുടെ സമര സംഘടനാ പ്രവർത്തനങ്ങളും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും ഡിവൈഎഫ്ഐ വിവിധ വിഷയങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും എല്ലാം സംബന്ധിച്ച് ചർച്ചകളും നിർദ്ദേശങ്ങളും പുതിയ കാലത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, എങ്ങനെ പുതിയ കാലത്തെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണം എന്നെല്ലാമുള്ള സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളൊക്കെയാണ് സമ്മേളനത്തിൽ സാധാരണ ഉയർന്നു വരിക. ആ അർത്ഥത്തിൽ സമ്മേളനം 19 മുതൽ 22 വരെയുള്ള തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കും. 19-ാം തീയതി വൈകുന്നേരം പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ KV അബ്ദുൽ ഖാദറാണ് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുക. മറ്റൊരു കാര്യമുള്ളത്, ആഗസ്റ്റ് 15-ാം തീയതി ഡിവൈഎഫ്ഐയുടെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക എന്നുള്ളതാണ് ആ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യം. കേരളത്തിൽ 215 കേന്ദ്രങ്ങളിൽ യങ് ഇന്ത്യ എന്ന പേരിൽ യുവജന റാലിയും പൊതുയോഗവുമാണ് സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യജ്ഞരാജ് ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കളും കേരളത്തിലെ കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ അഴിമതി രാജ്യത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ രാജിവെച്ച് ഒഴിയേണ്ട രൂപത്തിലുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ലേബർ കോഡ് ഉൾപ്പെടെ വന്ന പശ്ചാത്തലത്തിൽ ലക്ഷക്കണക്കിന് യുവതീ യുവാക്കൾക്കാണ് തൊഴിൽ സ്ഥിരത ഇല്ലാതെ പോയത്. തൊഴിലുള്ള യുവാക്കളുടെ സ്ഥിതി ഓവർ ടൈം പണിയെടുക്കേണ്ടി വരുന്നു എന്ന പ്രശ്നം ഉയർന്നു വരുന്നു. ഏത് സമയത്തും പിരിച്ചുവിടപ്പെട്ടേക്കാം എന്ന രൂപത്തിൽ തൊഴിലിൻ്റെ എല്ലാ സുരക്ഷിതത്വവും ഇല്ലാതാവുന്നു. സംഘടിക്കാനുള്ള അവകാശം തൊഴിലാളികൾക്ക് ഇല്ലാതാവുന്നു. തൊഴിലാളി സംഘടനകളെ പലയിടത്തും വിലക്കുന്നു. ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്ന് കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടി കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇന്ത്യയിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള സമരമല്ലാതെ മറ്റ് വഴികളില്ല എന്നാണ് ഡിവൈഎഫ്ഐ കാണുന്നത്. രാജ്യത്തുടനീളം ഡിവൈഎഫ്ഐ ഇതുപോലെയുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ ആഗസ്റ്റ് 15-ാം തീയതി കേരളത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഈ ക്യാമ്പയിനോട് സഹകരിക്കാൻ എല്ലാ വിഭാഗം ആളുകളോടും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അഭ്യർത്ഥിക്കുകയാണ്.